ശ്രീ KR ഔസേപ്പ് അങ്ങിന്ന് വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ ചില ദൃശ്യങ്ങളും കാണിച്ചു. അത് അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ ഈ പറഞ്ഞ പുറത്തേക്ക് നിലപാട് വ്യത്യസ്തമായി എടുത്ത 8 അംഗങ്ങൾ അവർ അങ്ങയെ കാണാൻ വന്നു എന്നുള്ളതാണ്. അങ്ങയെ കാണാൻ വന്നിട്ട് സംസാരിച്ചതിൻ്റെ വിവരങ്ങളില്ലല്ലോ, ആ ദൃശ്യങ്ങളാണ് അങ്ങ് പുറത്തുവിട്ടത്. അങ്ങയെ കാണാൻ സ്വാഭാവികമായും അങ്ങയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവർ വരുമല്ലോ. ആ വരവിനെ അങ്ങ് വേറൊരു രൂപത്തിലാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? BJPയുടെ പിന്തുണ നമുക്കുണ്ട് എന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ അങ്ങയുടെ കയ്യിലുണ്ടോ? ഞാൻ ആരെയും തേടി അങ്ങോട്ട് പോയതല്ല. എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് വന്ന ആളുകളെ വന്നതിനുള്ള തെളിവാണ് ഞാൻ ആ ദൃശ്യങ്ങൾ വഴി കൈമാറിയിട്ടുള്ളത്. എൻ്റെ ക്യാമറയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം വീടിൻ്റെ ഫ്രണ്ടിലെ ക്യാമറയിലില്ല. അകത്തുള്ള ക്യാമറ ആണെങ്കിൽ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു ദുരുദ്ദേശമൊന്നും ഇല്ലല്ലോ. എന്ത് കണ്ടാലും അത് റെക്കോർഡ് ചെയ്യുക, അത് പ്രചരിപ്പിക്കുക, അതൊന്നുമില്ല. ഞാൻ എൻ്റെ CCTVയിൽ കണ്ട ദൃശ്യങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതിന് തെളിവായിട്ടാണ് ഞാനത് കൈമാറിയിട്ടുള്ളത്. പക്ഷേ അങ്ങേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആലോചിക്കുന്നു, അങ്ങേ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ വരുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ടോ? അതിലും അങ്ങ് അസ്വാഭാവികതയാണോ കാണുന്നത്? അസ്വാഭാവികതയൊന്നുമില്ല. ഭൂരിപക്ഷം ഇല്ലാത്തൊരു കക്ഷിക്ക് ഭരിക്കണം എന്നുണ്ടെങ്കിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണ വേണമല്ലോ. അതെ, അതിനുവേണ്ടി അവര് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളൂ ശ്രീ സ്വതന്ത്രന്മാരുടെ സഹായം ഇല്ലാതെ 8 അംഗങ്ങളുള്ള ഒരു കക്ഷിക്ക് ഞാൻ കേൾക്കാമോ? കേൾക്കാമോ? പറഞ്ഞോളൂ. 8 അംഗങ്ങളുള്ള ഒരു കക്ഷിക്ക് ഭരണം നേടണം എന്നുണ്ടെങ്കിൽ സ്വതന്ത്രന്മാരുടെയോ മറ്റേതെങ്കിലും കക്ഷികളുടെയൊക്കെ പിന്തുണ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ആ പിന്തുണ എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് അവർ വന്നത്. വന്നപ്പോൾ എനിക്ക് തന്ന വാഗ്ദാനമാണ് പ്രസിഡന്റ്. ഞാൻ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയ ഒരു ഭരണം, ഒരു പ്രസിഡന്റ് സ്ഥാനം എനിക്ക് വേണ്ട എന്ന് തീർത്ത് പറഞ്ഞപ്പോഴാണ് അരമണിക്കൂറിന് ശേഷം അവരെൻ്റെ വീട്ടിൽ നിന്ന് പോയത്. അതായത് ആ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷമാണ് അവർ മടങ്ങിയത് അല്ലേ? അതെ. ഞാൻ അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അവർ 9:48 എൻ്റെ വീട്ടിൽ നിന്ന് അവർ മടങ്ങിപ്പോയത്. അങ്ങയുടെ ഒരു പിന്തുണ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണം പിടിക്കാമല്ലോ. അപ്പോൾ BJPയുടെ പിന്തുണ എന്നുള്ള കാര്യം എങ്ങനെയാണ് അവതരിപ്പിച്ചത്? അങ്ങയുടെ അടുത്ത് പറഞ്ഞത് ആരാണ്? ഇതിൽ ഈ ഒരു സംഘം നേതാക്കളെ കാണാം. അങ്ങനെ ഒരു കാര്യം അങ്ങയോട് അവതരിപ്പിച്ചത് ആരാണ്? ഈ വന്ന 5 പേരിൽ TM ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, ഔസേപ്പ് നീ കൂടെ നിൽക്കണം, നിന്നാൽ നമുക്ക് ഭരണം ഉറപ്പാണ്, നീയാണ് പ്രസിഡന്റ് എന്ന്. ഞാൻ ചോദിച്ചു, 8 അംഗങ്ങളുള്ള ഒരു കക്ഷിക്ക് 2 സ്വതന്ത്രരെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭരണം ഉറപ്പാവുന്നത്? അപ്പോഴാണ് പറഞ്ഞത് BJP നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഭരണം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് BJPയുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം ഞാൻ അതിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. വർഗീയ കക്ഷികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നാണ് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുത്തിരുന്നത്. അതിനുശേഷം CPM അങ്ങേ എപ്പോഴാണ് സമീപിച്ചത്? CPM എന്നെ സമീപിക്കുന്നത് ഇലക്ഷൻ്റെ തലേദിവസമാണ്. അവരെയാണ് ഞാൻ പോയി കണ്ടത്. കാരണം എൻ്റെ കക്ഷി, ഞാൻ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന UDF എന്നെ മാറ്റി നിർത്തി വേറെ ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ CPMുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചത്. അപ്പോൾ കൂട്ടുകൂടാൻ തീരുമാനിച്ചതിന് ശേഷമാണ് അങ്ങയെ കാണാൻ കോൺഗ്രസ് നേതാക്കൾ വന്നത് അല്ലേ? അല്ല, അവർ 23-ാം തീയതി രാത്രി 9 മണിക്കാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ തീരുമാനിക്കുന്നത്, CPMുമായി കൂട്ടുകൂടാൻ തീരുമാനിക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം 26-ാം തീയതി. അതിന് കാരണം എന്താണ്? അപ്പോൾ അങ്ങേക്ക് അറിയില്ലല്ലോ കോൺഗ്രസ് ഈ പറയുന്നവർ BJPയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് അങ്ങേക്ക് അറിയില്ലല്ലോ. അപ്പോൾ അന്ന് അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണ്? അവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ BJPയുടെ വോട്ട് ഉറപ്പാണ്, നീ നിന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വേറെ ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു എനിക്കതിന് വിരോധമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞാണ് അവർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ആ ഭാഗത്തു നിന്നുള്ളൊരു
ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇത് ആവശ്യമില്ലല്ലോ. തലേന്ന് രാത്രിത്തെ കാര്യമല്ലേ അങ്ങ് പറയുന്നത്? അങ്ങയുടെ വീട്ടിലേക്ക് രാത്രി കോൺഗ്രസിലെ നേതാക്കൾ വന്നത് തലേന്ന് രാത്രിയല്ലേ? 23/12/2025 രാത്രി 9 മണിക്ക് 27-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത്. ശരി. അപ്പോൾ അങ്ങേക്ക് പണം നൽകി CPM 15 ലക്ഷം നൽകി എന്നുള്ള ആരോപണമാണ് അപ്പുറത്തുനിന്ന് വരുന്നത്. അതിന് അങ്ങയുടെ പ്രതികരണം എന്താണ്? ആ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കുള്ള നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൃത്യമായി 15 ലക്ഷം വാങ്ങി എന്ന് പറയുന്നതിന് തെളിവുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അപ്പം അത് എന്നെ സംബന്ധിച്ച് ഇത്ര നാളത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിന് ഏറ്റ ഒരു മങ്ങലാണത്. ഒരിക്കലും ഞാൻ അത് നിസാരമായി കാണുന്നില്ല. അത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് വിമതനായി മാറിയത് എപ്പോഴാണ്? ഈ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ വിമതനായി നിൽക്കുകയായിരുന്നല്ലോ ഇത്തവണ. അതിനുള്ള കാരണം എന്തായിരുന്നു? എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം ഈ പറയുന്ന നേതാക്കളെല്ലാവരും കൂടിയാണ് എന്നെ എൻ്റെ വാർഡിൻ്റെ അവിടെ നിന്ന് 3 വാർഡ് കടന്നുള്ള ഒരു വാർഡിലേക്കാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ സമീപിച്ചത്. ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന TN ചന്ദ്രൻ ഉൾപ്പെടെ വന്ന് അവിടെ മത്സരിക്കണമെന്ന് എന്നോട് നിർബന്ധിക്കുന്നത്. എന്നാൽ DCCയിൽ നിന്ന് 24 പേരെ അംഗീകരിച്ച് വന്ന പേരുകളിൽ KR ഔസേപ്പിൻ്റെ പേരുണ്ടായിരുന്നില്ല. എനിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ച് തന്നില്ല. അതിൽ ആരൊക്കെയാണോ അതിൻ്റെ പിന്നിൽ കളിച്ചത് എന്ന് എനിക്ക് ഈ TM ചന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടോ എന്നുപോലും എനിക്ക് സംശയമുണ്ട്. കാരണം 3 പ്രാവശ്യം മെമ്പറായ ഞാൻ അത് ജനിച്ച വളർന്ന വാർഡിലല്ല, അതിൻ്റെ അപ്പുറത്തെ വാർഡിൽ പോയി മത്സരിച്ച് നിന്ന തോൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായ നിരാശ അതിനൊരു തെളിവായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ മേലുണ്ടാവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഞാൻ സംശയിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.